നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ മേഖലാ ജാഥകൾക്ക് തുടക്കം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയാണ് ഇടതുമുന്നണി. വടക്കൻ മേഖലാ ജാഥ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും ആ ഗവൺമെൻറ് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ വികസനം LDF അധികാരത്തിലിരിക്കുമ്പോൾ ഒന്നും നടക്കാൻ പാടില്ല എന്ന നിലപാട് കോൺഗ്രസും ലീഗും സ്വീകരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം നമ്മൾ 2016 അതേ ഘട്ടത്തിൽ നിന്നിരുന്നുവെങ്കിൽ നാടിൻ്റെ ഗതി എന്താകുമായിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന യാത്രയിൽ ഉടനീളം ഉന്നയിക്കുമെന്ന് ജാഥാ നായകനായ MV ഗോവിന്ദനും വ്യക്തമാക്കി. ഞങ്ങളുടെ ശ്രമം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക, അധ്വാനിക്കുന്ന പാവപ്പെട്ടവരെ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുക. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കുകയാണ് പ്രചാരണ ജാഥയിലൂടെ LDF പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ മറുപടി നൽകുക കൂടിയാണ് ലക്ഷ്യം. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഈ മാസം 3-നും ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ 6-നുമാണ് ആരംഭിക്കുക. ജാഥയിലൂടെ അണികളെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജ്ജരാക്കാനാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, കാസർഗോഡ്.